എസ്കെ അടുക്കളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കോളിഫ്ലവറും പൊട്ടറ്റോയും വെച്ച് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ ഒരു സൂപ്പർ കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി. നമുക്ക് ആദ്യം അതിന്റെ മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമില്ലേ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ഇഞ്ച് നീളത്തില് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് ഒരു 10-12 കഷ്ണമുണ്ട്. വലുതാണെങ്കിൽ ഒരു 5-8 കഷ്ണം മതി. അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, വലിയ സവാളയുടെ 1 മുറി, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 തക്കാളി അരിഞ്ഞത്, മീഡിയം ടൈപ്പ് തക്കാളി, 1 പച്ചമുളക്. നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ മസാല അരച്ച് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. സ്റ്റവ് കത്തിച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും ഒഴിക്കാം. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കോളിഫ്ലവർ ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇത്തിരി ഡീപ് ഫ്രൈ ഒന്നും ആക്കണ്ട, ചെറുതായിട്ട് വറുത്തെടുക്കാം. ഞാൻ ഈ കോളിഫ്ലവർ മഞ്ഞളും ഉപ്പും വിനാഗിരിയും ഇട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി വെച്ചതാ കേട്ടോ. എന്നിട്ട് 2 പ്രാവശ്യം അല്ലാതെ നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് വെച്ചത്. നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെക്കാം. നമുക്കിതൊന്ന് മൂടി തുറന്നു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ. ഒന്ന് ഇത്രയും പോരാ, ഇത് ശകലം കൂടെ ഒന്ന് ആയിക്കോട്ടെ. ഇത് നമുക്ക് അടയ്ക്കണ്ട, ഇച്ചിരി നേരം കൂടെ കിടക്കട്ടെ. ഇത്രയും മതി. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്കിനി ആ പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. അത് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പൊട്ടറ്റോ ഇച്ചിരി വലുതായിട്ടാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ഒരു മീഡിയം ടൈപ്പ് 2 പൊട്ടറ്റോ ഉണ്ട്. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ ചെറുതായിട്ട്. നമുക്ക് ഇതിന്റെ മൂടി ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഞാനിത് സിമ്മിലായിട്ടിരിക്കുന്ന കേട്ടോ, മീഡിയത്തിലും അല്ല, സിമ്മിലായിട്ടിരിക്കുന്ന പൊട്ടറ്റോ ആയതുകൊണ്ട്. നമുക്കിതൊന്നുകൂടെ മൂടി വെച്ചിട്ട് ഫ്രൈ ആക്കാം. ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ പൊട്ടറ്റോ ഇത്ര മതി കേട്ടോ, ഇത്രയും ഫ്രൈ ആയാൽ മതി. നമുക്കിത് കോളിഫ്ലവറിന്റെ കൂട്ടത്തിൽ എടുത്തു വയ്ക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ മതി കേട്ടോ, നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കും. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കറുവപ്പട്ട, 4-5 ഗ്രാമ്പൂ, ഒരു കറുത്ത ഏലക്ക, ഒരു സ്റ്റാർ, ഒരു 4-5 ഏലക്ക പൊട്ടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. ആ പാത്രത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. അതിലേക്ക് നല്ല ജീരകം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് 2 ചെറിയ സവോളയാണ് ഇത് അരിഞ്ഞതിട്ട് കൊടുക്കുക. 2 സവോള അരിഞ്ഞത്, നമ്മൾ സാധാരണ അരിയുന്നത് പോലെ അരിഞ്ഞതിട്ട് കൊടുക്കുക. ഇതൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നിടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കുക, എളുപ്പമാകും. ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിനാണ് ഇടുന്നത്, എരിവ് ചേർക്കുന്നത് ഉപ്പൊക്കെ. ഇത് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള കറിയാണ്. ഇതിലേക്ക് നമുക്കൊരു പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. നല്ല എരിവുണ്ട പച്ചമുളകിനതാ ഞാൻ കുറച്ചിട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ ഇഞ്ചിയും കുരുമുളകും എല്ലാം ചേർത്തിട്ടില്ലേ, ഇപ്പൊ മുളക് പൊടിയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല എരിവുണ്ടാവും. സ്പൈസി ആയിട്ടാണ് ഇത്. നന്നായി വരട്ടെ. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ റെഡ് ചില്ലി ഇട്ട് കൊടുക്കാം, കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. ഇതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നോട്ടെ. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നോട്ടെ. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇത് നമ്മുടെ മസാല. ഇതിൽ ഞാൻ മല്ലിപ്പൊടി, മല്ലി, ജീരകം, പെരിഞ്ജീരകം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവാള ഇത്രയും ചേർത്ത് അരച്ചതാണ്. ഈ മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ മല്ലിയൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് മല്ലിപ്പൊടിയൊന്നും ഇടണ്ട. ഒന്ന് മൂത്ത് വന്നോട്ടെ. ഈ മസാല നല്ലപോലെ മുരിഞ്ഞു വരണം. നമുക്ക് ആ മസാലയുടെ പാത്രം ഒന്ന് കഴുകിയെടുക്കുക. ഒരു ശകലം വെള്ളം, 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കഴുകി അതും കൂടെ ചേർത്തിട്ടുണ്ട്. മസാല കളയണ്ടല്ലോ എന്ന് വെച്ചാൽ ഇനി നമുക്കിത് വെള്ളം വറ്റി എണ്ണ തെളിയുന്നിടം വരെ മുരിച്ചു കൊടുക്കാം. മുരിഞ്ഞു വരട്ടെ.
ഞാനൊരു മീഡിയം ടൈപ്പ് ടൊമാറ്റോ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൽ. അതും കൂടി ഇതിനൊപ്പം വെന്ത് വന്നോട്ടെ. മസാല ആയിട്ടില്ല, നല്ലപോലെ വെള്ളം വറ്റി എണ്ണ തെളിഞ്ഞ് മെരിഞ്ഞ് വരണം. ഈ സമയം നമുക്കൊരു ശകലം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷനല്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഒഴിക്കുക ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ഞാൻ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒഴിച്ചേ ഉള്ളൂ. ഒഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും, അത്രേ ഉള്ളൂ. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കിഴങ്ങും കോളിഫ്ലവറും ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെന്തിട്ടില്ലല്ലോ ശരിക്കും, ഹാഫ് കുക്കല്ലേ ആയിട്ടുള്ളൂ. എനിക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഗ്രേവി കുറച്ച് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനും എല്ലാം നല്ലതാണ്, ചോറിനും നല്ലതാണ്. അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം, വെന്ത് വരട്ടെ. നമുക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടില്ല, ഇത്രയും മതി. ഇളക്കി കൊടുത്തിട്ട് മൂടി വയ്ക്കാം, വെന്ത് വരട്ടെ. നമ്മുടെ കോളിഫ്ലവർ പൊട്ടാറ്റോ കറി റെഡി ആയിട്ടുണ്ട്. ചോറിനോ ചപ്പാത്തിക്കോ പൂരിക്കോ എന്തിനു വേണേലും ഉപയോഗിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി, നല്ല കുറുകിയ ചാറോടെ. നമുക്കിതിൽ ഇത്തിരി മല്ലിയില തൂക്കി കൊടുക്കാം. നമുക്കിതിൽ മല്ലിയില ഇവിടെ ഞാൻ പറയാറുണ്ട് മിക്ക വീഡിയോയിൽ, എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ കൂടുതലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം, 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. നമ്മുടെ കോളിഫ്ലവർ പൊട്ടാറ്റോ കറി റെഡിയായി. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം കാണാം.